റോഡിൽ കുഴഞ്ഞു വീണ് ഒരു സ്ത്രീക്ക് രക്ഷകരായി എത്തിയത് 3 വിദ്യാർത്ഥികളാണ്. അതും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 വിദ്യാർത്ഥികൾ. വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് ആ വിദ്യാർത്ഥികൾ ചെയ്തത്. സ്കൂളിൽ നിന്ന് അധ്യാപകൻ പകർന്നു കൊടുത്ത ആ വിഷയം ആ കുട്ടികൾ പ്രായോഗികമായി നടപ്പിലാക്കുകയാണ് ഉണ്ടായത്. ഒരാൾ വീണ് കഴിഞ്ഞാൽ അയാളെ എങ്ങനെ ശുശ്രൂഷിക്കണം എന്നുള്ള ഒരു തിയറി, ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ഒരു അധ്യാപകൻ ആ കുട്ടികൾക്ക് സ്കൂളിൽ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അതാണ് ആ കുട്ടികൾ അവിടെ പ്രായോഗികമായി നടപ്പിലാക്കിയത്. അതുവഴി ആ യുവതിയുടെ, ആ സ്ത്രീയുടെ വലിയ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാം. സ്കൂളുകളിലെ പാഠപദ്ധതികളിൽ പ്രാഥമികപരമായി കൊടുക്കേണ്ട ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സിലബസ് നിർബന്ധമായി നടപ്പിലാക്കണം. ഇങ്ങനെയുള്ള ഇടപെടൽ കൊണ്ട് ഒരു ജീവൻ തന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നാണ്. അതായത് ഒരാൾ കുഴഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ ഒരാൾക്ക് തീ ഏൽക്കുന്ന ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഒരു പരിക്കേൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പ്രാഥമികമായി, അതായത് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സ എന്നുള്ള രീതിയിൽ അത് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുമ്പോൾ അത് സമൂഹത്തിന് ഏറെ ഉപകാരപ്പെടും. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കൊടുക്കണമെന്നാണ്. പലവരും കുഴഞ്ഞു വീണും മറ്റുമൊക്കെ മരിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അത്തരം അടിയന്തര ഘട്ടങ്ങളിൽ അവർക്ക് പ്രാഥമികമായിട്ടുള്ള ഒരു ചികിത്സ, അതായത് പ്രാഥമികമായിട്ട് ചികിത്സ എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ആ സ്പോട്ടിൽ അടിയന്തരമായി കൊടുക്കേണ്ട കൃത്രിമ ശ്വാസങ്ങളും മറ്റും നൽകുകയാണെങ്കിൽ പലരും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ച് തൊണ്ടയിൽ അകപ്പെട്ടു പോയവരെ മറ്റും മരണപ്പെടുന്ന എത്ര വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ആ സമയത്തൊക്കെ അടിയന്തരമായി പ്രാഥമികമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കൂ എന്നാണ്. നിർബന്ധമായും കുട്ടികൾക്ക് ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടുന്ന രീതിയെ കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണം നടപ്പിലാക്കണമെന്നാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഈ കാര്യം വളരെ ഗൗരവമായിട്ട് തന്നെ ആലോചിക്കേണ്ടതാണ്.